ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഉച്ചയ്ക്ക് ശേഷം കൂടിക്കാഴ്ച. സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ ആവശ്യം ചർച്ചയാകും. വേതന വർധനവടക്കം ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന സമരം 51-ാം ദിവസം. എമ്പുരാൻ റീ എഡിറ്റഡ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലേക്ക്. സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കിയാൽ ഉച്ചയ്ക്ക് ശേഷം പ്രദർശനം. വില്ലൻ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ 17 ഭാഗങ്ങളിൽ റീ എഡിറ്റ്. ഗുജറാത്ത് കലാപം സംബന്ധിച്ച ദൃശ്യങ്ങളും ഒഴിവാക്കി. ചിത്രത്തിൽ NIA ചിഹ്നം ഉപയോഗിച്ച സംഭവത്തിൽ നിയമ നടപടി ഉടൻ ഉണ്ടായേക്കും. NIA ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് കൈമാറി. നടപടി ഡൽഹിയിൽ നിന്നുള്ള തീരുമാനത്തിനനുസരിച്ചെന്ന് ഉദ്യോഗസ്ഥർ. കോഴിക്കോട് കടലുണ്ടി TMH ആശുപത്രിയിൽ ലഹരി സംഘത്തിന്റെ അതിക്രമം. റിസപ്ഷൻ അടിച്ചു തകർത്ത സംഘം ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. ആക്രമിച്ചത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ കൊണ്ടുവന്ന സംഘം. പരപ്പനങ്ങാടി സ്വദേശി ഉബൈദ് അറസ്റ്റിൽ. സമഗ്ര മാറ്റങ്ങളോടെ പുതിയ സാമ്പത്തിക വർഷം. ആദായ നികുതി ഇളവടക്കം ബജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രാബല്യത്തിൽ. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ആദായ നികുതി അടയ്ക്കേണ്ട. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ റോഡ് നികുതി കൂടും. സംസ്ഥാനത്തെ ഭൂനികുതി വർധനയും ഇന്നു മുതൽ. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിലെത്തിക്കാൻ കേന്ദ്ര നീക്കം. നാളെ ബില്ല് അവതരിപ്പിക്കുമെന്ന് സൂചന. പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. ശബരിമല ഉത്സവത്തിനും മേടവിഷുവിനോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. പമ്പാ നദിയിൽ ആറാട്ട് ഏപ്രിൽ 11-ന്. വിഷുദിനത്തിൽ രാവിലെ 4 മണി മുതൽ 7 മണി വരെ വിഷുക്കണി ദർശനം. ആഗോള തീരുവ ചുമത്തലുമായി അമേരിക്ക മുന്നോട്ട്. പ്രഖ്യാപനം നാളെ. എല്ലാ രാജ്യങ്ങൾക്കുമേലും നികുതി ചുമത്തുമെന്നും ഇളവ് നൽകില്ലെന്നും ട്രംപ്. ഏപ്രിൽ 2 അമേരിക്കയുടെ വിമോചന ദിനമെന്നും പ്രഖ്യാപനം. IPL-ൽ ഇന്ന് ലക്നൌ പഞ്ചാബ് പോരാട്ടം. മത്സരം രാത്രി 7:30 ലക്നൌവിൽ. സീസണിലെ 2ാം ജയം ലക്ഷ്യമിട്ട് ടീമുകൾ.